പറഞ്ഞോ, പറയൂ. നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ധനികരൂപത്തിലേക്കും നോക്ക്. നിങ്ങളുടെ പിതാവായ അവിടുത്തെ നിങ്ങളെ അയച്ച സാറായി നോക്ക്. കേട്ടോ? മനസ്സിലായോ? നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും നോക്കുവിൻ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. നല്ല ഒരു വെപ്പാണ്. മനസ്സിലായോ? ഇനി അടുത്ത് പറയും. ഓക്കെ, ഇപ്പൊ അവന് മനസ്സിലായി. ഇവിടെ ബ്രദർ സീരിയസ് ആയിട്ടുള്ള കാര്യം പറയേണ്ട കാര്യമാണ്, പിന്നെ പറയാം. ഓക്കെ, ഇത് പറയാൻ കാരണം പുതിയ നിയമത്തിലെ വലിയൊരു കാര്യം, എൻ്റെ നിയമം അവരുടെ ഹൃദയങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. ഞാൻ അവരുടെ പാപങ്ങൾ പൂർണ്ണമായി ക്ഷമിക്കും. പിന്നെ പറയാണ്, അത് ഓർക്കുക പോലുമില്ല. എന്നിട്ട് അടുത്ത് പറയുന്നത് വളരെ ശ്രദ്ധിക്കണം. എന്താ പറയുന്നത്? പഴയതാം കാലഹരണപ്പെട്ടിരിക്കുന്നു എന്ന്. എന്താ വായിച്ചതെന്ന്? 8-ാം അധ്യായത്തിൽ 12-ഉം 13-ഉം വചനമാണ്. പഴയ ഈ ഉടമ്പടി കാലഹരണപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് കാലഹരണപ്പെട്ടിരിക്കുന്നത്? പുതിയ ഉടമ്പടി വന്നു കഴിഞ്ഞതിന്റെ പേരിൽ. ഇപ്പൊ നമ്മളൊരു വിൽപത്രം ഉണ്ടാക്കി, അപ്പൻ വിൽപത്രം ഉണ്ടാക്കി. കുറെ കഴിഞ്ഞപ്പോ മരിക്കാൻ നേരത്ത് പറഞ്ഞു, അതങ്ങനെ പോരാ, അതൊന്ന് മാറ്റി എഴുതണം. മാറ്റി എഴുതി. അപ്പോൾ മാറ്റി എഴുതിയപ്പോ ഇനി ഏത് വിൽപത്രമാണ് വാലിഡ് ആയിട്ടുള്ളത്? ഏതാണ് പുതിയത്? പുതിയ വിൽപത്രത്തിനാണ് ഇനി വാല്യൂ. പഴയതിന് കാലഹരണപ്പെട്ടിരിക്കുന്നു. ഇനി എപ്പോഴാണ് ആ വിൽപത്രം നടപ്പാക്കുന്നത്? ആ എഴുതിയ ആൾ മരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ്. കേട്ടിട്ട് ആകെ അന്തം വിട്ടിരിക്കുകയാണ്. നമ്മളപ്പോൾ ഇത്രയും നാളും പഠിച്ചതൊക്കെ കാലഹരണപ്പെട്ടതാ പഠിച്ചത്. മനസ്സിലായോ? പകുതിയെങ്കിലും നമ്മൾ പഠിക്കുന്നതും പ്രഘോഷിക്കുന്നതും എല്ലാം ഈ കാലഹരണപ്പെട്ട വിൽപത്രത്തിലെയാ പഠിച്ചത്. അതുകൊണ്ടാണ് ആ വിൽപത്രം അനുസരിച്ച്, പുതിയ വിൽപത്രം അനുസരിച്ചുള്ള പാപമോചനം നമുക്ക് അനുഭവമാകുന്നില്ല. നമ്മൾ എന്തോരം കുമ്പസാരിച്ചു, എന്നിട്ട് പോണുണ്ടോ ഈ സാധനം? ഇന്നും അത് തന്നെ കുമ്പസാരിച്ചു. കുമ്പസാരത്തിന്റെ കുറ്റമൊന്നുമല്ല. എന്താ, നമ്മൾ ഏത് വിൽപത്രം അനുസരിച്ചാണ് കുമ്പസാരിക്കണേ? ക്ലിയറായി. മോശ കൊണ്ടുവന്ന വിൽപത്രം അനുസരിച്ചാണോ? കർത്താവ് ഈശോ മിശിഹ കൊണ്ടുവന്ന വിൽപത്രം അനുസരിച്ചാണോ? കണ്ടോ? അതുകൊണ്ടാണ് ഈശോ ഒരു ശിശുവായിരുന്നപ്പോൾ തന്നെ ശെമിയോനിലൂടെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഇവനൊരു വിവാദ വിഷയമാകും. ഇതാണ് പ്രധാന വിവാദ വിഷയം. ഇവൻ കൊണ്ടുവന്നിരിക്കുന്ന ഈ പുതിയ വിൽപത്രം, ടെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് വിൽപത്രത്തിനെയാണ് ടെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ആ വിൽപത്രം അതിനു മുമ്പുണ്ടായിരുന്ന ടെസ്റ്റ്മെന്റിനെയെല്ലാം വിവാദമായിരിക്കും. ഒന്ന് വായിച്ചേ, 13-ാമത്തെ വചനം ഒന്നുകൂടി വായിച്ചേ. പുതിയ ഒരു ഉടമ്പടിയെ പറ്റി പറയുന്നത് കൊണ്ട്, പുതിയ ഒരു ഉടമ്പടിയെ കുറിച്ച് പറയുന്നത് കൊണ്ട് ആദ്യത്തേതിനെ അവൻ കാലഹരണപ്പെടുത്തിയിരിക്കുന്നു. കാലഹരണപ്പെട്ടതും പഴക്കം ചെന്നതുമാകട്ടെ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മോശയിലാണോ നമ്മുടെ വിശ്വാസം? യേശുവിലാണോ വിശ്വാസം? ക്ലിയർ ഇല്ലേ? നമ്മുടെ വിശ്വാസം ആരിലാണ്? യേശുവിലാണ്.
യേശു കൊണ്ടുവന്നിരിക്കുന്ന ഈ പുതിയ ഉടമ്പടി ആ പഴയ ഉടമ്പടിയേക്കാൾ ശ്രേഷ്ഠമാണെന്ന് വിശ്വസിക്കണം. അപ്പൊ പ്രശ്നം തീർന്നു. ആ 10 കൽപ്പനകളെക്കാളും ആ പഴയ ഉടമ്പടിയേക്കാളും ശ്രേഷ്ഠമായ ഒന്നാണ് യേശു കൊണ്ടുവന്നിരിക്കുന്നത്. ആ ബോധ്യത്തോടു കൂടി ഈ ഉടമ്പടിയെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോഴാണ് നമ്മളുടെ പാപമോചനം പൂർണ്ണമായിട്ട് നമുക്ക് ലഭിക്കുകയുള്ളൂ. അത് വിശ്വാസത്തിന്റെ കാതലായ ഒരു രഹസ്യമാണ്. ഇതെല്ലാം വിശുദ്ധ കുർബാനയിലും വിശ്വാസ പ്രമാണത്തിലും ബൈബിളിലെല്ലാം ഉണ്ടെങ്കിലും നമ്മൾ അതിനെ തെറ്റായി വ്യാഖ്യാനിക്കുന്നതിന്റെ പ്രശ്നം. ബൈബിളിൽ ഇതെല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈശോ വന്നിട്ട് പറഞ്ഞത് ഇതാണ്. ഈശോയുടെ പ്രഘോഷണത്തിന്റെ അവസാനം പറഞ്ഞു, നിങ്ങൾ ലോകമെല്ലാം പോയി സുവിശേഷം അറിയിക്കുവിൻ, എല്ലാവരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുവിൻ. അതിനുശേഷം പറഞ്ഞത് ഇതാണ്, ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. ഒന്നെല്ലാവരും പറഞ്ഞേ, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത് അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. ഇനി നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ എല്ലാം ശ്രദ്ധിക്കണം. എവിടെയെല്ലാം ഈശോ പറയുന്നുവോ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മോശയും പ്രവാചകന്മാരും ഫരിസേയരും നിയമജ്ഞരും പഠിപ്പിച്ചിട്ടുള്ളതല്ല. അതിന് വ്യത്യസ്തമായ ഒന്നാണ് യേശു വന്ന് പഠിപ്പിച്ചത് എന്ന് മനസ്സിലാക്കിയിട്ട് വായിക്കണം. അതാണ് മലയിലെ പ്രസംഗത്തിന്റെ 5-ാം അധ്യായത്തിൽ ഈശോ ആദ്യം പഠിപ്പിക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ പഴയ നിയമം, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു പുതിയ നിയമം. ഈശോ മറ്റൊരു ഭാഷ ഉപയോഗിക്കാറുണ്ട്. രാജ്യത്തിന്റെ ഈ സുവിശേഷം, അതാണ് രാജ്യത്തിന്റെ ഈ സുവിശേഷം, ദൈവരാജ്യത്തിന്റെ ഈ സുവിശേഷം എന്ന് പറഞ്ഞാൽ ഫരിസേയരും നിയമജ്ഞരും പറയുന്ന പുളിപ്പല്ല. ഫരിസേയരും നിയമജ്ഞരും പഠിപ്പിക്കുന്ന പഠിക്കലല്ല. അതിൽ നിന്നും വളരെ വിപരീതമായ ഒരു കാര്യമാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 36-ാമത്തെ വചനം വായിക്കാം. 36 മുതൽ 39 വരെയുള്ള വചനത്തിൽ പറയുകയാണ്, പഴയ പുതിയ വീഞ്ഞ്. അവൻ അവരോട് ഒരു ഉപമയും പറഞ്ഞു. ആരും പുതിയ വസ്ത്രത്തിൽ നിന്ന് കഷ്ണം കീറിയെടുത്ത് പഴയ വസ്ത്രത്തോട് ചേർക്കാറില്ല. അങ്ങനെ ചെയ്താൽ പുതിയ വസ്ത്രം കീറുന്നു എന്ന് മാത്രമല്ല, പുതിയ കഷ്ണം പഴയതിനോട് ചേരാതെ വരികയും ചെയ്യും. ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വയ്ക്കാറില്ല. അങ്ങനെ ചെയ്താൽ പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങൾ ഭേദിച്ച് ഒഴുകിപ്പോവുകയും തോൽക്കുടങ്ങൾ നശിക്കുകയും ചെയ്യും. പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിലാണ് ഒഴിച്ചു വയ്ക്കേണ്ടത്. വരട്ടെ. ഇപ്പോ ഈ പുതിയ വീഞ്ഞ് എന്ന് പറയുന്നത് ഈശോ കൊണ്ടുവന്നിരിക്കുന്ന പുതിയ നിയമമാണ്, പുതിയ സുവിശേഷം, കരുണയുടെ, സ്നേഹത്തിന്റെ, പാപമോചനത്തിന്റെ, ക്ഷമയുടെ സുവിശേഷം ആണ്. പഴയ വീഞ്ഞ് എന്ന് പറയുന്നത് മോശ നൽകിയ നിയമവും അതിൻ്റെ പ്രത്യാഘാതങ്ങളും അതിൻ്റെ ശിക്ഷയും ശാപവും അടങ്ങുന്ന ഫരിസേയരും നിയമജ്ഞരും നൽകിക്കൊണ്ടിരിക്കുന്ന പ്രബോധനമാണ്. ഈ അർത്ഥത്തിൽ ഒന്ന് വായിച്ചു നോക്കി. എന്നിട്ട് പറയുകയാണ്, ആരും പുതിയ വസ്ത്രത്തിൽ നിന്ന്. അപ്പൊ സ്ത്രീകൾക്ക് എളുപ്പം മനസ്സിലാകുന്ന കാര്യമാണ്. പുതിയൊരു സാരി കിട്ടി, ആ പുതിയ സാരി മുറിക്കുവോ? അതുമ്പോ തൊട്ടു പോവില്ല. അതിൻ്റെ ഒരു നൂല് പോലും വലിച്ചെടുക്കോ? പറയും. അതിൻ്റെ ഒരു നൂല് പൊങ്ങിയിരിക്കുകയാണെങ്കിൽ അത് വലിച്ചെടുക്കോ? അത് വലിച്ചെടുക്കുകയാണെങ്കിൽ അത് മുഴുവനും കേടാവും സാരി. ഒരു സാരി പുതിയത് മേടിച്ചു വന്നു, എൻ്റെ പഴയ സാരി ഇത്തിരി കീറലുണ്ട്, അതുകൊണ്ട് ഇതുമേന്നൊരു കഷ്ണം മുറിച്ച് അതിലൊട്ടിച്ച് വെക്കുവോ?
വെക്കുവോ? അങ്ങനെ ആരും ചെയ്യില്ലെന്നാ പറയണത്. എന്താ ഈ കേൾക്കണേ? ഇത് ആരോടാ പറയണേ? ഇത് നമ്മളെല്ലാവരോടും കൂടിയാ പറയണേ. പക്ഷെ നമ്മളെന്താ ചെയ്യണേ? നമ്മൾ അതാണ് ചെയ്യണേ. പഴയ സാരി നമ്മുടെ കയ്യിലുണ്ട്. അത് ഈ 10 പ്രമാണങ്ങൾ എന്ത് ചെയ്തിട്ടും ഉടുത്തിട്ട് എടുക്കാൻ പറ്റണില്ല. അതിനകത്ത് നിറച്ച് കീറല. എന്തോരം കുമ്പസാരിച്ചിട്ടും പാവം പോണില്ല. അപ്പൊ പുതിയ സാരി വന്നപ്പോ എന്നാ ഇതിമെന്ന് ഇത്തിരി മുറിച്ച് അത് ഒട്ടിച്ചു വെച്ചോ, ശരിയാവോ? അപ്പൊ ഇത് ചേട്ടന്മാർക്ക് മനസ്സിലായില്ല ഈ സാരിയുടെ കഥ, ഇല്ലേ? അതുകൊണ്ടാണ് ചേട്ടന്മാർക്ക് വേണ്ടിയാണ് അടുത്തത് പറയുന്നത്. ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വെക്കാറില്ല. കുടിക്കുന്ന കാര്യമാണെങ്കിൽ ചേട്ടന്മാർക്ക് മനസ്സിലാവും. കർത്താവിന്റെ പരിപാടി നോക്കി. കർത്താവ് വളരെ 2 കൂട്ടർക്കും പ്രത്യേക ഉപമകളാണ്, അല്ലെങ്കിൽ പ്രത്യേക ആളുകൾക്ക് പ്രത്യേകം. ഈ 3-4 ഉപമകൾ പ്രത്യേകിച്ച് സ്ത്രീകളെയും വീട്ടമ്മമാരെയും ഉദ്ദേശിച്ചാണെന്നുള്ളതിന് യാതൊരു സംശയമില്ല. പക്ഷെ നമുക്ക് മനസ്സിലാവും, നമ്മളില്ലാണ്ട് വീട്ടമ്മയുണ്ടോ? കടുകുമണി, പുളിപ്പ്, ഉപ്പ്, ഇല്ലേ? ഈ 3 എണ്ണത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയാൽ മതി, നമുക്ക് വിശുദ്ധമായി ജീവിക്കാൻ പറ്റും. കടുകുമണി എന്ന് ഞാൻ പറഞ്ഞില്ലേ? ഉപ്പ്, ഉപ്പിന് ഉറയുണ്ടായിരിക്കണം. പുളിപ്പ്, എന്താണ് പുളിപ്പ്? പുളിപ്പ് നമ്മൾ അപ്പം കുഴച്ചു വെച്ചു, അല്ലെങ്കിൽ മാവ് കുഴച്ചു വെച്ചിട്ട് അതിനകത്ത് പുളിപ്പ് ചേർക്കുമ്പോൾ നമ്മളൊന്ന് ആ പുളിപ്പ് തൊട്ട് നോക്കൂല്ലേ, എന്താണ് അതിന് പുളിപ്പ് ശരിക്കുണ്ടോ, വീര്യമുണ്ടോ എന്ന്. വീര്യമില്ലെങ്കിൽ അത് കളഞ്ഞ് വേറെ വീര്യമുള്ള പുളിപ്പെടുക്കും. ആ വീര്യമുള്ള പുളിപ്പിൽ നിന്നും ഒരു നുള്ള് അതിൽ ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് നല്ല വിശ്വാസമാ, നാളെ രാവിലെ ഇതുകൊണ്ട് അപ്പം ഉണ്ടാക്കാമോ, ഇത് പൊങ്ങി വരും എന്നുള്ളതിന്. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. എന്ന പോലെയാണ് വിശ്വാസം. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ഇവിടെ ഒരു ഉദാഹരണം പറയുകയാണ്. പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വയ്ക്കാറില്ല. ഇത് അനുഭവം ഇവിടെ നമ്മുടെ നാട്ടിൽ അധികമില്ല. നമുക്ക് വീഞ്ഞിന് പകരം പുതിയ കള്ളിൻ്റെ ഒക്കെ ആയിരിക്കുള്ള അനുഭവം, അല്ലേ? അപ്പോൾ പുതുകള്ളിനെ കൂടുതൽ എനിക്കറിയില്ല അതിനെക്കുറിച്ച്. പക്ഷെ വീഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട്. പുതിയ തോൽക്കുടത്തിൽ ഒഴിച്ചു വെച്ച് തോൽക്കുടം പൊട്ടിയത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ പുതിയ തോൽക്കുടത്തിൽ പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടത്തിലേ വെക്കാറുള്ളൂ. പഴയ തോൽക്കുടത്തിൽ വെച്ചാൽ തോൽക്കുടം പൊട്ടും, വീഞ്ഞും നഷ്ടമാവും. എന്ന് പറഞ്ഞാൽ ഈശോയിലൂടെ കൊണ്ടുവന്നിരിക്കുന്ന ഈ പുതിയ നിയമവും ആ പുതിയ നിയമത്തിൻ്റെ എല്ലാ തത്വങ്ങളും പഴയ നിയമം മാത്രം പാലിക്കുന്ന ആളുകൾക്ക് പാലിക്കാൻ സാധിക്കില്ല. ആ പഴയ നിയമമാകുന്ന പഴയ തോൽക്കുടത്തിൽ അതൊഴിച്ചു വെക്കാൻ പറ്റില്ല. ആ പഴയ നിയമം പാലിച്ചു കൊണ്ടുവന്നിരിക്കുന്ന ജനങ്ങൾ ഈ പുതിയ നിയമം ആകുന്ന പുതിയ വീഞ്ഞ് ഒഴിച്ചു വെച്ചാൽ അത് ശരിയാവില്ല എന്നർത്ഥം. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് അവിടെ പഴയ തോൽക്കുടം മാറ്റി പുതിയ തോൽക്കുടം ഉണ്ടാകണം? പക്ഷെ ഇവിടുത്തെ ഒരു പ്രാക്ടിക്കൽ പ്രശ്നമാണ് അതിൻ്റെ അവസാനം പറഞ്ഞേക്കുന്നത്. ഇച്ചിരി കുടിച്ച് പരിചയമുള്ള ആളുകൾക്ക് ശരിക്കും മനസ്സിലാവുന്ന കാര്യമാണ്. പഴയ വീഞ്ഞ് കുടിച്ച് ഒരുവനും പുതിയത് ഇഷ്ടപ്പെടുകയില്ല കേട്ടോ. പഴയ കുടിക്കാരനെ, നല്ല മൂത്ത കള്ള് കുടിക്കണവന് ഈ ഇളം കള്ള് കൊടുത്തിട്ടുണ്ടെങ്കിൽ വല്ല പ്രയോജനമുണ്ട്? ഓൾഡ് മോങ്കും കുടിക്കുന്ന ആൾക്ക് ഈ സാധാരണ ബ്രാൻഡി കുടിച്ചുകൊണ്ട് വല്ല പ്രയോജനം ഉണ്ടാവും? മനസ്സിലായോ? മനസ്സിലായില്ല. അപ്പൊ നിങ്ങളതൊന്നും കുടിക്കാത്ത ആൾക്കാരാന്ന് എനിക്കറിയാം. അച്ഛനെന്ന് പ്രത്യേകം പറഞ്ഞു. നമ്മൾക്ക് കുടിയുടെ കാര്യമൊന്നും അറിഞ്ഞൂടാ. ഈ കുടിച്ചാലുള്ള എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്, ബ്രദറെ വല്ലപ്പോഴൊക്കെ ഒരു പെഗ കുടിക്കണത് കൊണ്ട് വല്ല ദൂഷ്യമുണ്ടോ? കർത്താവ് ഈശോ മിശിഹാ വരെ ഈ എല്ലാവർക്കും വീഞ്ഞുണ്ടാക്കി കൊടുത്തു എന്ന്. അപ്പം ഞാൻ പറയാറുള്ള കാര്യം, ഞാനും കുടിച്ചിരുന്ന ആളാണ്. ഞാൻ കുടിച്ചിരുന്നു, സിഗരറ്റ് വലിച്ചിരുന്നു, 3 പാക്കറ്റ് സിഗരറ്റ് വലിച്ചിരുന്നു. കൈയടിക്കൊന്നും വേണ്ട. അതിൻ്റെ പരിതാപകരമായ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഈ സിഗരറ്റ് വലി മാറ്റാൻ പറ്റണില്ല. പിന്നെ
ഒരു കുടിയനൊന്നും ആയിരുന്നില്ല, എന്നാലും ഇടയ്ക്കൊക്കെ നന്നായിട്ട് കുടിച്ചിരുന്നു. കുടിയന്മാർ കൈയടിക്കാണപ്പോ. അങ്ങനെ ഇരിക്കെ ഞാൻ പറഞ്ഞില്ലേ, പരിശുദ്ധാത്മാവിന്റെ അനുഭവം ഉണ്ടായി. എൻ്റെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണെന്നും പരിശുദ്ധാത്മാവ് എന്നിൽ തന്നെ വസിക്കുന്നു എന്നുമുള്ള ആ ഒരു അനുഭവം ഉണ്ടായിക്കഴിഞ്ഞിട്ട് എനിക്ക് വലിക്കാനും പറ്റണില്ല, കുടിക്കാനും പറ്റണില്ല. പ്രൈസ് ദി ലോർഡ്. അതിനു മുമ്പ് വരെ ഞാൻ വളരെയധികം പരിശ്രമിച്ചു, പല ടെക്നിക്ക് നോക്കി ഈ സിഗരറ്റ് വലി മാറ്റാൻ സാധിച്ചില്ല. പക്ഷെ ദൈവാത്മാവ്, അതിനാണ് പറയുന്നത് ആത്മാവ് എന്നെ സ്വതന്ത്രനാക്കിയെന്ന് പറയുന്നത്. ശിവശ്രീകളും ജോണി വാക്കറും എല്ലാം കുടിച്ചിരുന്ന ഞാൻ അന്നൊരു ദിവസം ഒരു പാർട്ടിയിൽ അവരിത് കുടിക്കാൻ വേണ്ടി സോഡയെല്ലാം ഒഴിച്ച് എനിക്ക് എടുത്തു തന്നു. പക്ഷെ എനിക്ക് കുടിക്കാൻ പറ്റുന്നില്ല, എനിക്ക് പറ്റുന്നില്ല. ഞാൻ പറയും ഇത് വളരെ, ഇന്നലെ വരെ വളരെ ടേസ്റ്റി ആയിരുന്ന ഈ സാധനത്തിന് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കുടിക്കാൻ. ഇപ്പൊ ഏതാണ്ട് 25 വർഷമായി ഞാൻ തൊട്ടിട്ടേ ഇല്ല. എന്നാൽ ഇപ്പൊ ഇതെല്ലാം ഇഷ്ടംപോലെ കിട്ടുന്ന രാജ്യങ്ങളിലാണ് ഞാൻ താമസിക്കുന്നത്. എന്തോരം വേണമെങ്കിലും കുടിക്കാൻ പറ്റുന്ന വാങ്ങിച്ചല്ല, കാശും കൊടുക്കണ്ട. പക്ഷെ നമ്മൾക്കത് അല്പം പോലും കുടിക്കാൻ തോന്നണില്ല. എന്തുകൊണ്ട്? അതൊരാസക്തിയാണ്. ഇപ്പോ ലഡു തിന്നാൻ തോന്നുന്നുണ്ട്, ലഡുവിൽ മധുരമുണ്ട്. ആ മധുരം എല്ലാവർക്കും ഒരുപോലെയല്ലേ? ഇല്ലേ? പഞ്ചസാരയ്ക്ക് മധുരമുണ്ട്, ആ മധുരം എല്ലാവർക്കും ഒരുപോലെയല്ലേ? അപ്പോ സിഗരറ്റിൽ മധുരമുണ്ടോ? ഈ സിഗരറ്റ് വലിക്കുമ്പോൾ ചിലവർക്ക് നല്ല ബഹുത് മജായ എന്ന് പറയില്ലേ, നല്ല ഒരു അനുഭവം എന്ന് പറയും. പക്ഷെ ഇതെല്ലാവർക്കും കിട്ടാത്ത എന്താ? അപ്പൊ പഞ്ചസാരയിൽ മധുരമുള്ള പോലെ ആ മധുരം എല്ലാവർക്കും അനുഭവമാകുന്ന പോലെയുള്ള ഒന്നാണോ ഈ സിഗരറ്റിലുള്ള അനുഭൂതി? ആണോ? അല്ല, അതെല്ലാവർക്കും അനുഭവം തരുന്നില്ല. അത് ചിലവർക്ക് അതിൻ്റെ മണം കേട്ടാൽ 4 അയലത്ത് വരില്ല. അപ്പൊ അതിൻ്റെ അർത്ഥം അതൊരു ആസക്തിയാണ്. ആ ആസക്തിയെയാണ് നമ്മൾ മനുഷ്യശക്തി കൊണ്ട് അകറ്റാൻ പറ്റാത്തത്. അതുകൊണ്ട് തന്നെ സിഗരറ്റിന്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ഈ സിഗരറ്റ് വലിക്കുന്നത് ദിസ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. അപ്പൊ അതൊന്നും കണ്ടതുകൊണ്ടൊന്നും മനുഷ്യന്. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത്, യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിലൂടെ നമ്മളുടെ ഈ ആസക്തിയെ മുറിച്ച് മാറ്റുമ്പോൾ മാത്രമേ പാപം നമ്മളിൽ നിന്ന് വിട്ടുപോകുകയുള്ളൂ. മറിച്ച് മോശയിലൂടെ വന്നിരിക്കുന്ന ചെയ്യരുത്, ഇത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ഇത് ചെയ്യരുത് എന്ന്, സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്, യു ഷുഡ് നോട്ട് സ്മോക്ക് എന്ന് എഴുതി വെച്ചത് കൊണ്ട് വലിക്കാതിരിക്കുമോ? അത് തന്നെ നോക്കിയിരുന്നുകൊണ്ടാണ് ഞാൻ വലിച്ചിരുന്നത്. പക്ഷെ ഒരു ദിവസം എൻ്റെ ഒരു പ്രവൃത്തി കൂടാതെ, എൻ്റെ ഒരു ശക്തി കൂടാതെ, എൻ്റെ വിശ്വാസം മാത്രം, എനിക്ക് വിശ്വാസമായി പരിശുദ്ധാത്മാവ് എന്നിലുണ്ടെന്നും ദൈവം എൻ്റെ ശരീരത്തെ ദൈവത്തിൻ്റെ ആലയമാണെന്നും, അതും അതിനു മുമ്പ് അങ്ങനെ തന്നെ ആയിരുന്നുവെങ്കിലും എനിക്ക് ആ വിശ്വാസത്തിലേക്ക് ഞാൻ അനുഭവമായിട്ടുണ്ടായിരുന്നില്ല. ഈ അനുഭവമായ അന്നു മുതൽ എനിക്ക് വലിക്കാനും പറ്റുന്നില്ല, കുടിക്കാനും പറ്റുന്നില്ല. പെർമനന്റ്ലി ഇറ്റ് ഈസ് ഗോൺ. പിന്നെ ഒരിക്കലും എനിക്ക് ആ സ്വാധീനം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതെല്ലാം പുതിയ നിയമത്തിന്റെ കാര്യമാണ്. എൻ്റെ ഒരു വിനീതമായ അഭിപ്രായം, നമ്മൾ ഈ പഴയ നിയമത്തെ, മൂസയിലൂടെ നൽകിയ ഈ പ്രമാണങ്ങളെ പൂർണ്ണമായ ഒരു പ്രമാണമായി കണക്കാക്കുന്നത് കൊണ്ടാണ് ഇത് വിട്ടുപോകാത്തത്. മൂസയിലെ നൽകപ്പെട്ട പ്രമാണം
വരാനിരിക്കുന്നതിൻ്റെ ഒരു നിഴൽ മാത്രമായിരുന്നു. ഈ നോട്ട് അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിന് വാല്യൂ വന്നത് എപ്പോഴാണ്? അതിന് ഡെപ്പോസിറ്റ് വന്നപ്പോഴാണ്. ആരാ ഡെപ്പോസിറ്റ് വെച്ചത്? യേശുക്രിസ്തു. എങ്ങനെ ഡെപ്പോസിറ്റ് വെച്ചു? തൻ്റെ രക്തം ഒഴുക്കിക്കൊണ്ട് ഡെപ്പോസിറ്റ് വെച്ചപ്പോഴാണ് നോട്ടിന് വാല്യൂ വന്നത്. എന്ന പോലെ നിയമവും പ്രവാചകന്മാരും യോഹന്നാൻ വരെ ഉള്ളൂ എന്നീശോ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നിയമവും പ്രവാചകന്മാരും യോഹന്നാൻ വരെ ഉള്ളൂ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, യോഹന്നാന് ശേഷം നിയമവും പ്രവാചകന്മാരും ആരെക്കുറിച്ച് പ്രവചിച്ചിരുന്നോ അവൻ വന്നിരിക്കുന്നു. വേറൊരു ഉദാഹരണം പറയാം. നമ്മുടെ മോൾക്ക്, നേരത്തെ മോൻ്റെ കാര്യം പറഞ്ഞതില്ലേ, നമ്മുടെ മോൾക്ക് ഒരു കല്യാണാലോചന വന്നു. ചെറുക്കൻ അമേരിക്കയിലാണ്. സ്കൈപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ ചെറുക്കൻ്റെ ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോൾ നല്ല കാര്യം, വീട്ടുകാർ തമ്മിൽ സംസാരിച്ചു കഴിഞ്ഞു, കല്യാണം ഉറപ്പിച്ചു. പക്ഷേ ചെറുക്കനെ ഫോട്ടോയിലൂടെ കണ്ടിട്ടുള്ളൂ നമ്മൾ. അപ്പോൾ എല്ലാ ദിവസവും നമ്മളും മോളും ഒക്കെ ഈ ഫോട്ടോ നോക്കിയിരിക്കുകയാണ്. പക്ഷെ നന്നായിട്ട് അറിയാം ഇപ്പോൾ അവൻ്റെ കുറിച്ചൊക്കെ കുറേ കാര്യങ്ങൾ. കല്യാണം ഉറപ്പിച്ചു. ഇനി അടുത്ത വർഷം അവൻ നാട്ടിൽ വരും. അപ്പോൾ പെണ്ണ് കാണലും ഒത്തുകല്യാണവും പിന്നെ കല്യാണമൊക്കെ നടത്തും. അങ്ങനെ പെണ്ണും നമ്മളും അപ്പനും അമ്മയൊക്കെ ദിവസങ്ങൾ എണ്ണി 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 ഇതാ ചെറുക്കൻ വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എല്ലാ ദിവസവും ഈ പടം നോക്കി നോക്കി നോക്കിയിരിക്കുകയാണ്. എല്ലാ ദിവസവും ഈ പടം നോക്കി നോക്കിയിരിക്കുകയാണ്, രാവും പകലും. നല്ല കാര്യം, നല്ല മോനാണ്, മിടുക്കനാണ്, നല്ല കഴിവുണ്ട്, അവനെ കണ്ടാൽ എല്ലാം നല്ല കഴിവ്. പക്ഷെ ഇനി അവൻ വന്നു കഴിഞ്ഞു, അവൻ നമ്മുടെ മുമ്പിൽ വന്നിരിക്കണു. ഇനി പടം നോക്കണോ? അത് അവന് നോക്കണോ? പറയും. സംശയമില്ലല്ലോ. ഇനിയിപ്പോ അവന് മുമ്പിലിരിക്കുമ്പോൾ അവന്റെ പടം നോക്കണോ? ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ, അവൻ വന്നു കഴിഞ്ഞിരിക്കുന്നു, ഇനി പടം നോക്കണോ? ഇതാണ് പഴയ നിയമത്തിൽ മുഴുവനും വരാനിരിക്കുന്ന യേശുവിനെ കുറിച്ചും ആ യേശുക്രിസ്തുവിലൂടെ സംജാതമാകാൻ പോകുന്ന ദൈവരാജ്യത്തെക്കുറിച്ചും ആ ദൈവരാജ്യത്തിന്റെ പുതിയ നിയമത്തെക്കുറിച്ചും ഉള്ള ചിത്രങ്ങളാണ് നൽകപ്പെട്ടിരുന്നത്. ആ വരാനിരുന്നവൻ ഇതാ വന്നു കഴിഞ്ഞിരിക്കുന്നു. അവൻ വന്നു, അവൻ ചെയ്യാനിരിക്കുന്നത് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഇനിയും നമ്മൾ ആ പടം നോക്കിയിരിക്കണോ? കൃത്യമായിട്ട് മനസ്സിലായോ? ഈസ് ഇറ്റ് ക്ലിയർ? ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? ധൈര്യമായിട്ട് ചോദിച്ചോ. എന്താ പറഞ്ഞേ? അല്ലേ? ഓ, അത് ഇതുമായിട്ടൊരു ബന്ധമില്ലടൂ. ഇത്രയും അത് വേറെ കാര്യം, അത് പ്രൊട്ടസ്റ്റന്റ് കാര്യമാണ്. ഇപ്പൊ ഇതാണ് മനസ്സിലായത്. എന്റെ കർത്താവ്, ഓ എന്റെ കർത്താവേ കരുണയായിരിക്കണേ. ഇത്രയും പറഞ്ഞിട്ട് ഇതാണോ എനിക്ക് മനസ്സിലായേ? ക്ഷമിക്കണം, അത് വേറെ ചോദ്യം. അത് വെറും 1-ാം ക്ലാസ് ചോദ്യമാണത്. ഓക്കെ, പറയും, അതിന് ഉത്തരം പറയാം. എൻ്റെ അപ്പം മരിച്ചു. ഈ അപ്പൻ്റെ പടം ഞാൻ വെച്ചേക്കണം. എനിക്ക് അതുകൊണ്ട് അപ്പനെ മനസ്സും ഞാൻ ആ പടത്തിനെ ആരാധിക്കുകയോ അപ്പനെ പൂജിക്കുകയാണോ ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ ഈശോ നമ്മുടെ ഉള്ളിൽ, ഈശോ സക്രാരിയിലിരിക്കുന്നു. ആ സക്രാലിരിക്കുന്ന ഈശോ തന്നെ ആ ഈശോയുടെ ഒരു വിസിബിൾ ചിത്രം വെച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ആ ചിത്രത്തെ ആരാധിക്കുന്നുണ്ടോ? ചിത്രത്തെ നിങ്ങൾ ആരാധിക്കുകയാണോ ചെയ്യണേ? ആ ചിത്രത്തിൽ യേശു വിസിബിളായ ഒരു വ്യക്തിയായിട്ടാണ് വന്നത്, ഇല്ലേ? വിസിബിളാണ്. പക്ഷെ ഞാൻ ഇന്ന് രാവിലെ പ്രാർത്ഥിപ്പിച്ചോ പറഞ്ഞില്ലേ, ആ വിസിബിളായിട്ടുള്ള പടം കാണുമ്പോൾ
നമ്മൾ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് ആ പടത്തിനെ ആരാധിക്കുക, ആ പടം കൊണ്ട് നമുക്കൊരു ദൂഷ്യം ഉണ്ടാവുന്നില്ല. ഇതൊരു പ്രൊട്ടസ്റ്റന്റ് ചോദ്യമാണ്. അത് അവരോട് പ്രൊട്ടസ്റ്റന്റ് എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ കത്തോലിക്കർ എന്ത് പറയണോ അതിനെ പ്രൊട്ടസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. മനസ്സിലായോ? അതുകൊണ്ടാണ് പ്രൊട്ടസ്റ്റന്റ് എന്നുണ്ടായത്. പ്രൊട്ടസ്റ്റാന്റ്. പ്രധാന പ്രശ്നം, ജ്ഞാനത്തിന്റെ പുസ്തകം അവരുടെ ബൈബിളിൽ ഇല്ല. ഇതൊന്നും അവരെ കുറ്റം പറയല്ല ഞാൻ ചെയ്യണം. ഞാൻ അതിൻ്റെ ഒരു എളുപ്പം ചിന്തിക്കുന്ന ഒരു കാര്യം പറയാം. അപ്പൊ നമ്മൾ സാധാരണ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ, പ്രൊട്ടസ്റ്റന്റുകാരും നമ്മുടെ കൂടെ ഉണ്ടാകാം ഇവിടെ തന്നെ. അപ്പൊ നമ്മളുടെ ചിന്ത ഇതാണ്, പ്രൊട്ടസ്റ്റന്റുകാരുടെ അല്ലെങ്കിൽ കത്തോലിക്കരുടെ നിയമം നമുക്ക് മാറ്റാൻ പറ്റുമോ? ഇപ്പൊ എനിക്ക് മാതാവ് അടുത്തത് വന്നു. ഇപ്പൊ ഈ സബ്ജക്റ്റിലേക്ക് പോകണ്ട, അതാ ഞാൻ പറഞ്ഞത്. ഇതെല്ലാം പ്രൊട്ടസ്റ്റന്റ് ചോദ്യങ്ങളാണ്. ഇത് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1-ാം ക്ലാസ്സിൽ പോയിരിക്കണം. അല്ലാണ്ട് എന്താ പറയാ, ഇതിവിടെ വളർച്ചാ ധ്യാനം നടത്തുകയാണ് നമ്മൾ. ഞാൻ അതിന്റെ എളുപ്പകാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ ചോദ്യങ്ങളെല്ലാം നമ്മൾ എത്ര പറഞ്ഞാലും അവർ ചോദിക്കും. കാരണം പ്രൊട്ടസ്റ്റാന്റ് എന്ന വാക്കിന്റെ അർത്ഥം കത്തോലിക്കർ എന്തെല്ലാം ചെയ്യുന്നു അതിനെ പ്രൊട്ടസ്റ്റ് ചെയ്യുക എന്നതാണ് ആ സിദ്ധാന്തം തന്നെ. അതുണ്ടാകാനുള്ള കാരണം അതാണ്. ഇത് അവരെ കുറ്റം പറഞ്ഞല്ല ഞാൻ പറയണത്. അതുകൊണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ പറയണം, സഹോദര, ഞാനൊരു കത്തോലിക്കൻ, നീ ഒരു പ്രൊട്ടസ്റ്റന്റുകാരൻ. എൻ്റെ സഭയുടെ നിയമങ്ങൾ എനിക്ക് മാറ്റാൻ പറ്റൂല. പറ്റുമോ? നിന്റെ സഭയുടെ നിയമങ്ങൾ നിനക്ക് മാറ്റാൻ പറ്റുമോ? പിന്നെ എന്തിനാ വെറുതെ നമ്മളിതും പറഞ്ഞുകൊണ്ട് തല്ലുപിടിക്കണേ? സോൾവ് ആയോ? അതുകൊണ്ട് ഇതിൽ പറഞ്ഞ് തല്ലി പിടിച്ചിട്ടൊരു കാര്യമില്ല. പക്ഷെ ഒരു കാര്യം പറയാം, ബൈബിളിൽ, കത്തോലിക്ക ബൈബിളിൽ ജ്ഞാനത്തിന്റെ പുസ്തകമുണ്ട്. പ്രൊട്ടസ്റ്റന്റ് ബൈബിളിൽ ജ്ഞാനത്തിന്റെ പുസ്തകങ്ങളില്ല. ഇതാണ് വ്യത്യാസം. അതുകൊണ്ട് സഹോദര, നമുക്ക് ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പൊ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇതിന്റെ എല്ലാ അർത്ഥം മനസ്സിലാവും. ഓക്കെ, ആ ടോപ്പിക്ക് നിർത്തട്ടെ. ഞാൻ സംശയം ചോദിക്കാമെന്ന് പറഞ്ഞത്, മോശയുടെ നിയമവും മോശയിലൂടെ നൽകപ്പെട്ടിരിക്കുന്ന പഴയ നിയമവും യേശുവിലൂടെ വന്നിരിക്കുന്ന പുതിയ നിയമവും തമ്മിലുള്ള കാര്യത്തിൽ എന്തെങ്കിലും സംശയങ്ങൾ ഈ പറഞ്ഞതിൽ ഇപ്പൊ ഇനി ആരും പറയണ്ട. ഞാനത് പറയാനുള്ളത് ഞാൻ അങ്ങോട്ട് പറയാം. ഇല്ല, വേറെ ഒന്നുമല്ല. ഇത് എളുപ്പം മനസ്സിലായില്ല എന്ന് ഞാൻ മുൻകൂട്ടി പറഞ്ഞു. അപ്പൊ നിങ്ങൾ അങ്ങനെയുള്ള രീതിയിൽ ചിന്തിക്കാതെ കുറച്ചും കൂടി ആഴമായി ചിന്തിക്കണം. ഓക്കെ, ക്ഷമിക്കണം, ഞാൻ പറഞ്ഞതുകൊണ്ട് പ്രയാസമൊന്നുമില്ലല്ലോ. ഇനി ഇവിടെ ആരെങ്കിലും പ്രൊട്ടസ്റ്റന്റ് സഹോദരന്മാരുണ്ടെങ്കിലും എന്നോട് ക്ഷമിക്കണം. ഓക്കെ, നമ്മൾ സബ്ജക്റ്റിൽ നിന്ന് പോകല്ലേ? ശ്രമിക്കണം, നമുക്ക് സമയമില്ല. നമ്മുടെ സബ്ജക്റ്റ് ഇതാണ്, നമ്മുടെ വിശ്വാസത്തിന്റെ, ശ്രദ്ധിക്കണം എല്ലാവരും, ഒന്ന് കൈ ഉയർത്തി പ്രാർത്ഥിച്ച, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ. ഓക്കെ, ഞാനൊരു ഉപമ പറയാം. ഈശോ പറഞ്ഞ ഒരു ഉപമ. ഇപ്പോൾ ഒരു ഉപമ കേട്ടല്ലോ. പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടത്തിൽ ഒഴിച്ചാൽ തോൽക്കുടം പൊട്ടും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, പഴയ നിയമത്തിൽ അധിഷ്ഠിതമായ ഒരു വിശ്വാസത്തിൻ്റെ അവസ്ഥയിൽ പുതിയ നിയമത്തിൻ്റെ കൃപാവരം ഒഴിച്ചാൽ അത് ശോഭിക്കില്ല. നമ്മുടെ വിശ്വാസം തന്നെ പുതിയ നിയമത്തിലേക്ക് വരണം. പുതിയ നിയമത്തിൻ്റെ കാതലായ ഭാഗം ഇതാണ്. ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത് കരുണയാണ്. ദൈവം കരുണയാണ്. ദൈവത്തിൻ്റെ കരുണയാണ് നമ്മുടെ ഈ പാപമോചനവും പാപപരിഹാരത്തിനെല്ലാം കാരണം. ഇവിടുത്തെ കരുണയുടെ കർത്താവിൻ്റെ പടമുണ്ട്. അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് കരുണ. അപ്പം അതിൻ്റെ ഒരു ചോദ്യം ചോദിക്കാം, എന്താ കരുണ? കരുണ എന്ന് പറഞ്ഞാൽ എന്താ? കരുണ എന്ന് പറഞ്ഞാൽ എന്താ? സമയം കഴിഞ്ഞു.
എല്ലാവരും തോറ്റു, ഒരാളും ഉത്തരം പറഞ്ഞില്ല ഇല്ലേ? അത് ഇന്നലെ പറഞ്ഞല്ലേ അർഹതയില്ല. അപ്പം ഇന്നലെ നമ്മൾ പറഞ്ഞായിരുന്നു അതിനെക്കുറിച്ച്. അത് കൃപയെക്കുറിച്ചാണ്, അർഹതയില്ല. അപ്പോൾ കരുണ എന്നതിൻ്റെ അർത്ഥം ദൈവത്തിന് പാപികളോടുള്ള സ്നേഹത്തിനാണ് കരുണ എന്ന് പറയുന്നത്. അർഹതയില്ലാത്തത്. അർഹതയില്ല എന്ന് പറയണത് എന്തുകൊണ്ടാണ്? പാപികളോടുള്ള സ്നേഹത്തിന് അർഹതയില്ലായിണ്ടോ? ഇപ്പം നമ്മൾ നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നു, അവർ നല്ലവരായതുകൊണ്ടാണോ നമ്മൾ സ്നേഹിക്കണേ? അവരിൽ പാപമില്ലേ? ഉണ്ടോ ഇല്ലയോ? പാപമില്ലാത്തവരായ ആരെങ്കിലും ഉണ്ടോ? പക്ഷെ നമ്മൾ അവരെ സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ മക്കളായതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ നമ്മുടെ മക്കളെ സ്നേഹിക്കുന്ന പോലെ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. നമ്മൾ നല്ലവരായതുകൊണ്ടല്ല, നമ്മൾ പാപികളായിരിക്കെ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. ഇപ്പൊ ഇതെല്ലാം പറഞ്ഞു വരുന്നതിന്റെ കാരണം യേശുക്രിസ്തുവിലൂടെ നമ്മിലേക്ക് പുത്രന്റെ ദൈവമക്കളാകുന്ന ഒരു യോഗ്യതയാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. വേറൊരു ഉദാഹരണം പറയാം. ഇപ്പൊ നമ്മുടെ വീട്ടില് ഒരു വേലക്കാരനുണ്ട്. അവൻ 10,000 രൂപ കട്ടെടുത്തു. നമ്മൾ അവനെ ഡിസ്മിസ് ചെയ്തു, അവനെ പറഞ്ഞു വിട്ടു ഇല്ലേ? അവനെ നിർത്തി കഴിഞ്ഞാൽ അവൻ ഇതിനും കൂടുതൽ കട്ടെടുക്കും ചിലപ്പോൾ. പിറ്റേ ആഴ്ച നമ്മുടെ മകൻ 10,000 രൂപ കട്ടെടുത്തു. എന്ത് ചെയ്യാൻ പറ്റും? അവനെ പറഞ്ഞുവിടാൻ പറ്റുമോ? അവനെ പറഞ്ഞുവിടാൻ പറ്റുമോ? ഇതാണ് പുതിയ നിയമം. അവനെ വിളിച്ചിട്ട് എന്ത് പറയും? അവനെ വിളിച്ചിട്ട് പറയും, എടാ മോനെ, നീ എന്തിനെ കട്ടെടുത്തത്? ഈ പപ്പയും മമ്മി നീ കഷ്ടപ്പെട്ട് ഉണ്ടാക്കണത് മുഴുവനും നിനക്കുള്ളതല്ലേടാ മോനെ, അതുകൊണ്ട് നീ കട്ടെടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇതെല്ലാം നിനക്കുള്ളതാണ്. അപ്പോ പുതിയ നിയമത്തിൽ, പഴയ നിയമത്തിൽ മോശ ദൈവഭവനത്തിലെ ദാസനെ പോലെയായിരുന്നു, എന്ന് പറഞ്ഞാൽ അടിമയെ പോലെയായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ യേശു ആരെ പോലെയാ? യേശു ആരാ? യേശു മകനാണ്. യേശു മകനാണ്, ദൈവമകനാണ്. ആ ദൈവമകനായ യേശു, ആ യേശുവിന്റെ ആത്മാവ് കൊണ്ട് നിറഞ്ഞ് നമ്മൾ ആ യേശുവിൽ വിശ്വസിക്കുന്നു. നമ്മൾ ആരാണ്? അടിമയാണോ മക്കളാണോ? അതാണ് വ്യത്യാസം. അപ്പൊ നമ്മൾ മക്കളായിരിക്കുന്നത് കൊണ്ട് നമ്മളൊരു തിന്മ ചെയ്താൽ തന്നെയും ആ തിന്മയ്ക്ക് പകരം ദൈവം നമ്മളോട് തിന്മയോ ശിക്ഷയോ നടപ്പാക്കുന്നില്ല. മറിച്ച് ഇപ്പൊ നമ്മുടെ മകൻ അയലോക്കത്ത് ഫുട്ബോൾ കളിച്ച് അവൻ ആ ഗ്ലാസ് പൊട്ടിച്ചു അവരുടെ വീട്ടില്. ഉടനെ അയലോക്കാർ വന്നിട്ട് നമ്മളോട് ബഹളുണ്ടാക്കൂലേ? ദേ കണ്ടോ, നിങ്ങളുടെ മകൻ ഫുട്ബോൾ കളിച്ച് ഞങ്ങളുടെ ഗ്ലാസ് പൊട്ടിച്ചു. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പറയും, അത് ഞാൻ റിപ്പയർ ചെയ്ത് തരാം ഇല്ലേ? നമ്മൾ അവനെ വിളിച്ചിട്ട് കുറെ ബഹളുണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ? അവനോട് പറയാം, എന്തേ നീ ഇനി മേലിൽ ഇതേമാതിരി ഫുട്ബോൾ കളിക്കരുത്, മറ്റുള്ളവരുടെ ഗ്ലാസ് പൊട്ടിക്കരുത്. പക്ഷേ നമ്മൾ അതിൽ കൂടുതൽ അവനെ പിടിച്ച് 2 ചേട്ടത് അടിക്കോ? അടിച്ചുകൊണ്ട് പ്രയോജനമുണ്ടോ? അവൻ പന്ത് കളിച്ച് അയലോക്കത്തെ വീടിന്റെ ഗ്ലാസ് പൊട്ടിച്ചു. പരിഹാരം ആര് ചെയ്യും? നമ്മൾ തന്തപ്പടി ചെയ്യും ഇല്ലേ? നമ്മൾ അവന് ഗ്ലാസ് മാറ്റി കൊടുക്കും. ഈ മകൻ അവൻ പറയും, അറിവില്ലായ്മ കൊണ്ട് അങ്ങനെ പറ്റിപ്പോയി. ഇതാണ് ദൈവത്തിന്റെ നിയമവും കരുണയും പുതിയ നിയമത്തിൽ. പഴയ നിയമത്തിലാണെങ്കിൽ കാര്യം പ്രശ്നമില്ല. ഓൾറൈറ്റ്. അപ്പൊ ഈ പറഞ്ഞു വരുന്നതിന്റെ എല്ലാം ഇനി അടുത്തൊരു സ്റ്റെപ്പ് പറയാൻ പോവുകയാണ്. അത് നിങ്ങളെ കുറച്ചുകൂടി വേറൊരു കുമ്പസാരവും കൂടി നടത്താൻ ചിലപ്പോൾ തോന്നാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പം ഇവിടെ കുമ്പസാരിക്കണമെങ്കിൽ നമുക്ക് പ്രശ്നമില്ലല്ലോ, അടുത്ത ആഴ്ച ഒന്നുകൂടി കുമ്പസാരിക്കാം. ഈ ധ്യാനം മുഴുവനും കഴിയുമ്പോൾ ഒരിക്കൽ കൂടി നിങ്ങളൊന്ന് ആത്മശോധന ചെയ്താൽ നന്നായിരിക്കും. ഈശോയുടെ ഈ വചനപ്രഘോഷണ മേഖലയിൽ സുവിശേഷത്തിൽ പല സ്ഥലത്തും കാണുന്ന ഒരവസ്ഥ ഇതാണ്. അവൻ
വചനം പ്രഘോഷിച്ചുകൊണ്ടിരിക്കെ അനേകം പാപികളും ചുങ്കക്കാരും അവൻ്റെ അടുത്ത് വന്നു. അല്ലേ? ഫരിസേയർ അവനെ നോക്കി പിറുപിറുത്തുകൊണ്ടിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ സിറ്റുവേഷനാണ് നമ്മൾ കാണുന്നത്. ആ ട്രയാങ്കിളിൽ യേശുവുണ്ട്, പാപികളുണ്ട്, ഫരിസേയരുണ്ട്. എല്ലാവരും കൈവീശി കാണിച്ചേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഇതൊരു പക്ഷേ നിങ്ങൾക്ക് അല്പം മനസ്സിലാകാതെ ഉണ്ടാകാം, എനിക്കൊന്നും പറയാൻ പറ്റില്ല, മനസ്സിലാക്കാൻ ശ്രമിക്കണം. യേശുവിൻ്റെ കൂടെ ഒരുപാട് പാപികൾ വന്നു. പക്ഷേ യേശുവിന് ഈ പാപികളോട് വല്ല പ്രശ്നമുണ്ടോ? വല്ല പ്രശ്നമുണ്ടോ? യേശുവിന് പാപികളെ സ്നേഹമാണ്, പാപികൾക്കും യേശുവിന് സ്നേഹമാണ്. അപ്പൊ ആ പശ്ചാത്തലത്തിൽ പാപികളോട് യേശുവിനൊരു പ്രശ്നമില്ല. യേശു അവരുടെ വീട്ടിൽ പോകുന്നു, അവരോടൊപ്പം ഭക്ഷണം കഴിക്കുന്നു, അവർ യേശുവിനെ ഉമ്മ വയ്ക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ പ്രശ്നം മുഴുവൻ ആർക്കാ? പ്രശ്നം മുഴുവൻ ആർക്കാ? ഫരിസേയർക്കാണ്. ഫരിസേയർ നീണ്ടു നിന്നുകൊണ്ട് കണ്ടു, അവൻ എന്താണ് ആ പെണ്ണിനെ തൊടണേ, അല്ലെങ്കിൽ ആ പെണ്ണിനെ നോക്കണേ എന്തിനാ? ആ പെണ്ണ് ഇവനെ വന്ന് കാലിമ കണ്ണീരൊഴുക്കി കഴുകണേ എന്തിനാ? അവളൊരു പാപിയാണെന്ന് ഇവൻ അറിഞ്ഞൂടെ, പിന്നെ എന്തുകൊണ്ടാണ് അവൻ തൊടാൻ അനുവദിക്കുന്നേ? ഇവൻ എന്തിനാ ഈ സക്കേവൂസിന്റെ വീട്ടിൽ പോയേ? അവനൊരു പാപിയല്ലേ? ഇതെല്ലാം ആരാ പറയണേ? ഫരിസേയരാ പറയണേ. ഇതൊക്കെ ഞാൻ കുറെ നാൾ വായിച്ചപ്പോ എനിക്ക് ഫരിസേയരോട് ഭയങ്കര പ്രയാസം തോന്നി. ഇവന്മാരെന്തിനെ ഈ പാപികളെയും യേശുവിനെ ഇങ്ങനെ കുറ്റം പറയണേ? പക്ഷേ എല്ലാവരും ഒന്ന് കൈവീശി കാണിച്ചേ, എല്ലാവരും കൈവീശി കാണിച്ചേ. ശ്രദ്ധിച്ചോ? ശ്രദ്ധിക്കണ്ടോ? ആർ യു വിത്ത് മീ? ശ്രദ്ധിക്കണേ. കുറച്ച് നാൾ മുമ്പ്